ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാ ദിവസവും രാവിലെ ഞാൻ ഗുഡ് മോർണിംഗ് ആയിട്ട് വരാറുണ്ട്. എല്ലാവരും തിരിച്ചും എനിക്ക് റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു കണ്ടന്റ് ഇട്ടായിരുന്നു. അതായത് കൈവിട്ട് കളഞ്ഞത് പിന്നീട് തിരിച്ചു വേണമെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. കാരണം മനുഷ്യനെക്കാട്ടിൽ വാശിയാണ് കാലത്തിന് എന്നും പറഞ്ഞിട്ട് ഞാനൊരു ക്യാപ്ഷൻ ഇട്ടായിരുന്നു. അപ്പം എനിക്കതിനകത്ത് കമൻറ്റുകൾ വന്ന് ഒരാൾ ചോദിച്ചിരുന്നത് പെട്ടുപോയോ. അതെനിക്ക് സങ്കടമായി കേട്ടോ. പെട്ടൊന്നും പോയില്ല, പെട്ടുപോകുന്നതാണ് ഇങ്ങനെ ക്യാപ്ഷൻ ഇടുന്നത്. അത് എൻ്റെ മനസ്സിനകത്ത് അങ്ങനെ വരും, ഞാനങ്ങ് എഴുതും. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കാണും, ആ കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ആ വരികൾ കാണും, അതെടുത്ത് എഴുതി. പിന്നെ ആ എഴുതാൻ തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ അങ്ങ് എഴുതുമല്ലോ, എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എഴുതാൻ. അതുപോലെ തന്നെ കവി എന്താണ് ഉദ്ദേശിച്ചത്? കവി ഉദ്ദേശിച്ചത്, ഇപ്പം ഞാൻ ചിരിക്കുന്നു, എന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? അത് എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഇപ്പം എന്നെ മാത്രം എടുത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അതായത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അത് അതിജീവിച്ചേ പറ്റൂ. കാരണം ഈ ടൈം കഴിഞ്ഞു പോകും. അപ്പം നമുക്ക് ഒരു ആപത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ആരാണോ അപ്പം ചേർത്ത് പിടിക്കുന്നത്, സന്തോഷത്തിൽ മാത്രം ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം കൂടെ ചിരിക്കാൻ ഒരുപാട് പേര് കാണും, കരയാൻ പണ്ട് പറഞ്ഞ മാതിരി സ്വന്തം നിഴല് മാത്രമേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞതുമാതിരി നമ്മുടെ കൂടെ ചിരിക്കാൻ ഒരുപാട് പേര് കാണും. പക്ഷേ നമുക്കൊരു മനസ്സിനൊരു വിഷമം വരുമ്പോഴോ, നമുക്കൊന്ന് കരച്ചിൽ വരുമ്പോഴോ, നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുന്നവരാണോ അവരെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കി കളയരുത്. നമ്മുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപട്യങ്ങൾ നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ. അതായത് നമുക്ക് എന്താണ് പറയുന്നത്, പുറമെ ചിരിച്ചു കാണിക്കുന്ന അയ്യോ നല്ലൊരു വ്യക്തി, ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം അങ്ങനെയുള്ള ലോകത്തിൽ ഞാൻ ഇന്ന് രാവിലത്തെ ക്യാപ്ഷനിൽ പറഞ്ഞത്, ഇതൊരു വലിയൊരു ടാസ്ക്കാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയുള്ളവരാണ്, അല്ലെ എങ്ങനെയാണ് നമ്മളെ കരുതുന്നത്, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നത്, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളെ എന്തുദ്ദേശിച്ചിട്ടാണ് നമ്മളോട് സ്നേഹത്തിൽ നിൽക്കുന്നത്, അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരുപാട് ആലോചിച്ചിട്ട് വേണം. നമ്മുടെ കൂട്ടുകാരെ ആയാലും നമ്മുടെ കൂടെ നിർത്തുന്നവരെ ആയാലും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതേ രീതിയിൽ തിരിച്ച് ബിഹേവ് ചെയ്യാവുള്ളൂ. കൂടുതൽ ആത്മാർത്ഥത കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 8ന്റെ പണി കിട്ടും. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യരുത്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, എങ്കിലും നമ്മളത് ചിന്തിക്കുക. കാരണം മനുഷ്യരാണ്, അതൊക്കെ ശരി, മനുഷ്യരായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും ആലോചിച്ച്, നമുക്ക് ആലോചനയുടെ കുറവ് കൂടുതലായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ അയ്യോ അത് പാവം, അയ്യോ കഷ്ടം, അങ്ങനെ പറയുന്ന വ്യക്തികളാണ് നമ്മൾ. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കണം. നമുക്ക് വേണ്ടി, നമ്മൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും നമ്മുടെ പേരൻസ് അല്ലാതെ വേറെ ആരും ഒരുപാട് നല്ലത് ചിന്തിക്കത്തില്ല. അവർ മാത്രമേ നമുക്കൊന്നും വരല്ലേ, നമ്മുടെ കാലിലൊരു മുള്ളു കൊള്ളല്ലേ എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പേരൻസ് മാത്രം. ഞാൻ എപ്പോഴും പറയും, എനിക്കൊരു വിഷമം വന്നാൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എന്നെ ചേർത്ത് പിടിക്കുന്നത് എൻ്റെ വാപ്പിച്ചായും ഉമ്മച്ചായും. ഈ റമദാൻ മാസത്തിൽ ഞാൻ പറയുക, പടച്ച തമ്പുരാനെ എൻ്റെ വാപ്പിച്ചാരെ ഉമ്മച്ചാരെ ആയുസ്സും ആരോഗ്യം അല്ലാഹു 120 നീളമാക്കിയിട്ട് കൊടുക്കണേ റഹ്മാനെ. കാരണം അവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങനെ സംസാരിക്കാൻ പോലും ഞാൻ കാണില്ല. കാരണം എൻ്റെ പണ്ടത്തെ ഞാനെന്ന് പറഞ്ഞാൽ ഇങ്ങനൊന്നും സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഡാൻസൊക്കെ പഠിച്ച വ്യക്തിയാണ്. UKG മുതൽ +2 വരെ ഡാൻസ് പഠിച്ച വ്യക്തിയാണ്, ക്ലാസിക്കൽ. പക്ഷേ അതിന് പഠിക്കാൻ തന്നെ എൻ്റെ വാപ്പിച്ച അതിന് തയ്യാറായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിപ്പിക്കാൻ തയ്യാറാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും മിണ്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഞങ്ങളുടെ ബന്ധുക്കൾ പോലും വന്നാൽ പോലും ഞാൻ പെട്ടെന്ന് മാറി ഒരു ഡോറിൻ്റെ സൈഡിലോട്ട് മാറിയിരിക്കും. എനിക്ക് പേടിയോ ചമ്മലോ ഞാൻ മിണ്ടത്തേ ഇല്ല. അത് കാരണം എൻ്റെ വാപ്പിച്ചായും എൻ്റെ ആങ്ങളെയൊക്കെ എവിടെ പോയാലും എന്നെയും കൂടെ കൊണ്ടുപോയിരുന്നു. കാരണം അവൾ മിണ്ടട്ടെ. ഇപ്പം അവർ പറഞ്ഞറിയാം, നീ ഒന്ന് മിണ്ടാതിരിക്കുമോ സീന എന്ന് പറയുന്ന അവസ്ഥയിലെത്തി ഇപ്പം. പക്ഷെ അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. നമ്മളെ ചേർത്ത് പിടിക്കാൻ എൻ്റെ വാപ്പിച്ചായും ഉമ്മച്ചായും എന്നെ ഒരുപാട് മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞാൽ അവർ തരുന്ന ആ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിനും അതുപോലെ തന്നെയാണ്. എൻ്റെ നവാസിക്കാക്ക് സ്വന്തം വാപ്പായും ഉമ്മായും കൂട്ടാൻ എൻ്റെ വാപ്പിച്ചായും ഉമ്മച്ചായും എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരെ വിളിച്ച് പറയും. അപ്പോൾ അവരപ്പോൾ അവിടെ നിന്നൊരു സൊല്യൂഷൻ കൊടുക്കും. അപ്പോൾ ആ ഒരു ബലം, ഒരു വല്ലാത്ത ബലം തന്നെ. അപ്പം അവർ മാത്രമേ ഉള്ളൂ, ആ പേരൻസ് എന്ന് പറഞ്ഞവർ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നത്. പിന്നീടുള്ള നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെക്കുറിച്ചാണ് ഞാൻ ഇന്ന് രാവിലെ അത് എഴുതിയത്. അപ്പം നമ്മുടെ കൂടെ നിർത്താൻ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് വേണം നമ്മുടെ കൂടെ നിർത്താൻ. പക്ഷേ നല്ല ആത്മാർത്ഥതയുള്ളവരെ കാണാതെ നമ്മളത് കൈവിട്ട് കളഞ്ഞാൽ
ചിലപ്പം പിന്നെ നമ്മളിരുന്ന് കരഞ്ഞ് കൂവി അവർ തിരിച്ചു വേണം എന്ന് പറഞ്ഞാലും ചിലപ്പം പടച്ചോൻ നമുക്ക് അവരെ കൂടെ നിർത്തി തന്നെന്ന് വരത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം കവി ഉദ്ദേശിച്ചത് മനസ്സിലായോ എന്താണെന്നുള്ളത്? നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന, നമുക്കൊന്നും സംഭവിക്കരുതേ, അവൾക്കൊരു വിഷമവും സംഭവിക്കല്ലേ, അവളുടെ വിഷമത്തിൽ ഞാൻ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരെ നമ്മൾ കൂടെ ചേർത്ത് പിടിക്കണം. നമ്മൾ ഒരിക്കലും അവരെ ഒഴിവാക്കി കളയരുത്. അവരായിരിക്കും നമുക്ക് അങ്ങോളം ഒരു ബലം. ഇപ്പം ഞാൻ ചിരിക്കുന്നു, ഞാൻ ഇച്ചിരി മുമ്പേ പറഞ്ഞിട്ട് എൻ്റെ വാപ്പിച്ചായും ഉമ്മിച്ചായും ഒരു കാരണം ഞാൻ ചിരിക്കുന്നതിന്. പിന്നെ എൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരു 2-3-4 ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ഈ FBയിലെ എൻ്റെ ഫ്രണ്ട്സ്. പക്ഷെ ഞാൻ തിരിച്ച് ഫ്രണ്ട് റിക്വസ്റ്റ് പോലും അക്സെപ്റ്റ് ചെയ്യാത്ത, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നോക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് ഒരുപാട് ടൈം, നിങ്ങളൊക്കെ വിചാരിക്കുകയോ ഇവർക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഇങ്ങനെ മാറിയിരുന്ന് വീഡിയോ ചെയ്യുവാണോ എന്ന് വിചാരിക്കും. എല്ലാ ജോലികളും ഒതുക്കിയിട്ടൊക്കെ തന്നെ നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്, അതായത് ഒരു റീലൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ മെസ്സഞ്ചറിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാത്ത കാര്യമാണ്. കാരണം എങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എങ്ങനെയൊക്കെ മെസ്സേജ് ഇടും, ചിലപ്പോൾ നമ്മൾ മറുപടി പറയുക, അതൊക്കെ വലിയ പാടാണ്. അതുകൊണ്ട് ആ പബ്ലിക് കമൻറ്റ് വരുന്നതിന് ഞാൻ റിപ്ലൈ കൊടുക്കും. എന്നെക്കൊണ്ട് പറ്റാത്തതാണെങ്കിൽ ഞാനതങ്ങ് കളയും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെയും ഞാൻ പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതാണ് ഞാൻ ഈ ചിരിക്കുന്നതിൻ്റെ രഹസ്യം. എനിക്ക് വേദനകൾ ഇല്ലാഞ്ഞിട്ടല്ല, ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളുണ്ടല്ലോ, ഭയങ്കര ദുർഘടമായ വഴികളാണ്. പക്ഷേ എൻ്റെ മുഖത്ത് ഈ ചിരി ഉള്ളിടത്തോളം കാലം എൻ്റെ ആ ദുർഘടമായ സംഭവങ്ങൾ വെളിയിലോട്ട് വരത്തില്ല. പിന്നെ അതിനകത്തൊരു കാരണം, ഞാൻ മേളിയിരിക്കുന്ന പടച്ച തമ്പുരാനിലുള്ള എൻ്റെ വിശ്വാസവും എൻ്റെ ക്ഷമയും. അപ്പം നിങ്ങൾ വലിയ ഡയലോഗൊക്കെ വിടുവായിരിക്കും, അവൾ റമദാൻ മാസമായിട്ട് അവൾ വലിയ ഡയലോഗ് അടിക്കുന്നത്, പടച്ചോനെ എന്താ വിശ്വസിച്ചിട്ടാണ് നീ റീല് ചെയ്യുന്നത്. അത് എൻ്റെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലോട്ടായിരിക്കും മേളിയിരിക്കുന്ന ശക്തി നോക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനകത്തോട്ടുമല്ല. നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കുക, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കുക, വേറെ ആരെയും ഒന്നിനും കുറ്റപ്പെടുത്താൻ പോവാതിരിക്കുക. അപ്പം ഞാൻ വീണ്ടും പറയുക, കൂടെ ആപത്ത് സമയത്തും സന്തോഷ സമയത്തും എല്ലാ സമയത്തും കൂടെ നിൽക്കുന്നവരാരാണോ അവരെ ചേർത്ത് പിടിക്കുക. ഒരിക്കലും അവരെ വിട്ട് കളയരുത്. കളഞ്ഞാൽ ചിലപ്പോൾ കാലം നമുക്ക് അവരെ തിരിച്ചു തരത്തില്ല. അപ്പം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കേ.